ലോക്സഭാ തെരഞ്ഞെടുപ്പിന് SDPI പിന്തുണ UDFന്. മലപ്പുറത്ത് 1,00,000-ഓളം വോട്ടും പൊന്നാനിയിൽ 26,640 വോട്ടുകളുമുള്ള SDPI പല ലോക്സഭാ മണ്ഡലങ്ങളിലും, അതായത് വടക്കൻ കേരളത്തിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും നിർണായകമാണ്. കൊല്ലം, പത്തനംതിട്ട, ആറ്റിങ്ങൽ, ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ 10,000-ലധികം വോട്ടുകളുണ്ട് SDPIക്ക്. ജയിക്കാനുള്ള വോട്ടില്ലെങ്കിലും തോൽപ്പിക്കാനുള്ള വോട്ടുണ്ട് വടക്കൻ കേരളത്തിലെ SDPIക്ക്. അതുകൊണ്ട് തന്നെ SDPI പിന്തുണ തള്ളിപ്പറയാതെ വോട്ട് ചെയ്യുന്നത് വ്യക്തികളാണ് എന്ന് പരത്തി പറയുകയാണ് UDF. LDF ആകട്ടെ UDFനെ കടന്നാക്രമിക്കാനുള്ള ഉപായമായ വിഷയത്തെ കാണുകയും ചെയ്യുന്നു. SDPI എന്നാൽ നിരോധിക്കപ്പെട്ട PFI ആണ് എന്നും നാടിനെ ആപത്തിലാക്കുന്ന തീരുമാനമാണിതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് രാജ്യദ്രോഹികളുമായിട്ടും കോൺഗ്രസ് കൂട്ടുകൂടുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി പരസ്യമായി രാഹുൽ ഗാന്ധിക്കും UDFനും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്തുണ വന്ന ഉടനെ തന്നെ അത് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഇല്ലാതെ പോയത്. അടിയന്തരമായി വിശദീകരണം നൽകാൻ രാഹുൽ ഗാന്ധിയും UDF നേതാക്കളും തയ്യാറാവണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. തീവ്രവാദ നിലപാടുള്ള ഒരു കക്ഷികളുമായും ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. അവരുമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ല. CPM ആണ് RSS ആയിട്ട് ചർച്ച നടത്തും. CPM പ്രഖ്യാപിച്ചല്ലോ SDPIയുമായിട്ട് ഒരു ബന്ധമില്ലെന്ന്. ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി CPM SDPIയും കൂടി ഒരുമിച്ച് ഭരിക്കുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. വോട്ട് ചെയ്യണ വ്യക്തികളല്ലേ, ആ വ്യക്തികൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കണേ. ഇതൊക്കെ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ ചില സംഘടനകൾ അവരുടെ നിലപാട് പ്രഖ്യാപിക്കും. ഇപ്പോൾ SDPI നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന രാഷ്ട്രീയ ധർമ്മം പ്രതിലോമപരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കാഴ്ചപ്പാടിൽ UDFന് പിന്തുണ കൊടുത്തിരിക്കുകയാണ്. SDPI പിന്തുണ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജയാപജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമല്ല. അപ്പോൾ ആ നിലയിൽ ഞങ്ങൾ അതിനെ കാണുന്നത്. P. ജയരാജൻ CPM സംസ്ഥാന സമിതി അംഗം, ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ്, ജോർജ് കുര്യൻ BJP എന്നിവരാണുള്ളത്. ആദ്യം ദീപ്തി മേരി, എങ്ങനെയാണ് SDPI പിന്തുണയെ കോൺഗ്രസ് കാണുന്നത്? ഒപ്പം തന്നെ ഈ പിന്തുണ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് BJP ഉയർത്തുന്നത്. കാരണം അവർ പറയുന്നത് ഈ SDPI എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട PFI ആണ് എന്നാണ്. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്ന പാർട്ടിയാണ്, കലാപങ്ങളിൽ പങ്കുള്ള പാർട്ടിയാണ്, മത തീവ്രവാദികളുടെ പിന്തുണയാണ് UDF സ്വീകരിക്കുന്നത്. വയനാട്ടിലും SDPI പിന്തുണയുണ്ട്. ഓഫർ സ്വീകരിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്തുകൊണ്ടാണ് വേണ്ട എന്ന് അപ്പോൾ തന്നെ പറയാൻ കഴിയാത്തത് എന്നാണ് K. സുരേന്ദ്രന്റെ ചോദ്യം. ദീപ്തി മേരി വർഗീസ്. K. സുരേന്ദ്രന്റെ ചോദ്യം അവിടെ നിൽക്കട്ടെ. UDFനെ സംബന്ധിച്ച്, രാജ്യത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ നേരിടുന്നത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ആ കാരണത്തിലേക്ക് തുടക്കത്തിൽ ഞാൻ കടക്കുന്നില്ല. താങ്കൾക്കറിയാം, നമ്മളൊക്കെ പല ദിവസങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന അരാജകത്വം, ജനാധിപത്യ ലംഘനം, മതേതരത്വമില്ലായ്മ, ഇതിനൊക്കെ എതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതിലുപരിയായിട്ട് അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങളുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാത്ത ഒരു ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഈ BJPയുടെ ഗവൺമെന്റിനെതിരെയുള്ള ഒരു വോട്ടെടുപ്പായിരിക്കും, ഒരു തിരഞ്ഞെടുപ്പായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അതിന് ഒറ്റക്കെട്ടായി ഇന്ന് രാജ്യത്ത് മതേതര വിശ്വാസികളായ ഈ രാജ്യം, ഇന്ത്യ എന്ന രാജ്യം ഇതേപോലെ നിലനിൽക്കണം എന്ന് കരുതുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിക്കുകയാണ്. പല പല ആശയങ്ങൾ കൊണ്ട് പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്തരത്തിൽ ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആത്മവിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്ന ഇന്ത്യ മുന്നണിയെ ആരെങ്കിലും പിന്തുണച്ചാൽ, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോ വ്യക്തികളോ ആരെങ്കിലും പിന്തുണയ്ക്കുകയാണെങ്കിൽ, അവർ വോട്ട് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ്ട എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും തയ്യാറാകില്ല എന്നുള്ളതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ വളരെ കൃത്യമായി പറയുകയാണ്, ഞങ്ങൾ വർഗീയ ശക്തികളുമായി ഒരു കാലഘട്ടത്തിലും, വിഘടന ശക്തികളുമായി, വർഗീയ ശക്തികളുമായി ഒരു കാലഘട്ടത്തിലും കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. അതാണ് ചരിത്രം. വർഗീയ വിഘടനവാദികളുടെ വെടിയേറ്റു മരിച്ച രാഷ്ട്രീയ നേതാക്കളുള്ള ഒരു പ്രസ്ഥാനമാണ് പറയുന്നത്. ഞങ്ങൾ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾക്ക് തയ്യാറായിട്ടുമില്ല. ഞങ്ങൾ ആരുമായും ചർച്ച നടത്തിയിട്ടുമില്ല.
ഒരു പ്രസ്ഥാനം പറയുകയാണ്, ഒരു സംഘടന പറയുകയാണ്, ഞങ്ങൾ ഇന്ന സംഘടനയ്ക്കായിരിക്കും വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന മുന്നണിക്കായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ബാധ്യത ശരി, ദയവായി തുടരുക ദീപ്തി മേരി വർഗീസ്. ഞാൻ വരാം തിരിച്ച് താങ്കളിലേക്ക് തന്നെ. എ സജീവൻ, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. സജീവനിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ജോർജ് കുര്യൻ, ഇത്രയും നിഷ്കളങ്കമാണോ കാര്യങ്ങൾ? അല്ല നികേഷേ, ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ LDF, UDF, SDPI ഇതിനെ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാത്തിനും ഒരേ സ്വഭാവമാണ്, ഒരേ ഭാഷയാണ്, ഒരേ രീതിയിൽ അവർ ചിന്തിക്കുന്നു, ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു, ഒരേ രീതിയിൽ പറയുന്നു. ഇപ്പോഴ് അവർ പറയുന്ന ഒരു കാര്യം രാജ്യം, രാജ്യസ്നേഹം എന്ന് പറയാൻ പാടില്ല. അതാണ് ഏറ്റവും മോശ കാര്യം. എന്തിനാണ് രാജ്യം എന്ന് പറയുന്നത്, രാജ്യസ്നേഹം എന്ന് പറയുന്നത്, പുരോഗതി എന്ന് പറയുന്നത്, രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്? അതെല്ലാം മോശമാണ് എന്നാണ് അതിൻ്റെ ഒരു നരേറ്റീവ്. അതുകൊണ്ടാണ് പത്തനംതിട്ടയിലെ UDFൻ്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം ഉറങ്ങുമായിരുന്നു, അദ്ദേഹം എഴുന്നേറ്റപ്പോഴേ അദ്ദേഹം പറഞ്ഞത് പുൽവാമ അറ്റാക്കിൽ പാകിസ്ഥാൻ ഒരു പങ്കുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. SDPക്ക് പിന്നെ പിന്തുണച്ചില്ലേ ഉള്ളൂ നമുക്ക് അത്ഭുതപ്പെടാനുള്ളത്. പക്ഷേ ശ്രീ ജോർജ് കുര്യനോട് ദീപ്തി മേരി വർഗീസ് ചോദിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പല സംഘടനകളും, ഇത് ജനാധിപത്യമില്ലാത്ത കാലഘട്ടമാണ്, അങ്ങനെ പല സംഘടനകളും കോൺഗ്രസിന് പിന്തുണ നൽകുന്നു. ഞങ്ങൾ എന്തിന് ഇവരോട് നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറയുന്നു? മാത്രമല്ല ഇതൊക്കെ സംഘടനകളാണ്, വ്യക്തികളാണ് വോട്ട് ചെയ്യുന്നത്. വ്യക്തികളുടെ വോട്ട് വേണ്ട എന്നൊരു പ്രസ്ഥാനത്തിന് എങ്ങനെ പറയാൻ കഴിയും ശ്രീ ജോർജ് കുര്യൻ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാരും SDPIക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ പറയില്ല SDPIയുടെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ്സുകാർക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവരുണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ആശയഗതി, അടിത്തറ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ രാജ്യമെന്ന് പറയരുത്, രാജ്യസ്നേഹം എന്ന് പറയരുത്, രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയരുത്, രാജ്യത്തിൻ്റെ അഭിമാനം എന്ന് പറയരുത്. അത് SDPIക്കാർ പഠിപ്പിക്കുന്ന കാര്യമല്ലേ. അതുകൊണ്ടല്ലേ ഒരു സ്ഥാനാർത്ഥി ഉറക്കം എഴുന്നേറ്റ് ആദ്യം പറയുന്നത് പുൽവാമയെ പറ്റിയാണ്, സ്വന്തം മണ്ഡലത്തെ പറ്റിയല്ല, സ്വന്തം ജനതയെ പറ്റിയല്ല. അതുകൊണ്ട് ഇവരുടെ എല്ലാം ചിന്താഗതി ഒന്ന് തന്നെയാണ്. ഇവരെ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടായിരിക്കുന്നു. ഇവരുടെ എല്ലാം ഭാഷ ഒന്ന് തന്നെയാണ്. നിലനിൽപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്, ചിഹ്നം രക്ഷിക്കാനുള്ള ശ്രമമാണ്, പ്രധാന പ്രതിപക്ഷം എന്നുള്ള സ്ഥാനം എങ്ങനെയെങ്കിലും നേടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അവർ പറയില്ല ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്നവർ പറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതെല്ലാം വ്യക്തികളാണ്. ആ വ്യക്തികൾ ആശയമില്ലാത്തവരാണ്. കേരള രാഷ്ട്രീയത്തിലാണ് ആശയമില്ലാത്തവരാണ് എന്നാണ് ഇവര് നമ്മളെ പഠിപ്പിക്കുന്നത്. ശരി ജോർജ് കുര്യൻ, ദയവായി തുടരുക. ശ്രീ പി ജയരാജൻ 1977 CPM RSSന്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ 2024 ഒരുപക്ഷെ രണ്ടാമത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പായിട്ടാണല്ലോ CPM അടക്കമുള്ള ഇന്ത്യ ബ്ലോക്ക് ഇതിനെ കാണുന്നത്. 2024 PFIയുടെ വോട്ട് വേണ്ട അല്ലെങ്കിൽ SDPIയുടെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസും പറയുന്നില്ല. ശ്രീ ജോർജ് കുര്യൻ താങ്കളോടല്ല, ശ്രീ പി ജയരാജനോടാണ്. രാഷ്ട്രീയ സാഹചര്യത്തെ ഓരോ തെരഞ്ഞെടുപ്പും മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നടക്കുന്നത്. ആ മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്താതെ നമുക്ക് ഇതിന് മറുപടി പറയാൻ പറ്റില്ല. ഇപ്പോൾ മഹാനായിട്ടുള്ള സഖാവ് EMS ഒരു ഘട്ടത്തിൽ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ RSSൻ്റെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അനുഭവമുണ്ട്. 1977 തെരഞ്ഞെടുപ്പ് രാജ്യത്തുടനീളം ഏകാധിപത്യ വാഴ്ച നടപ്പാക്കിയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ഭരണം അറബിക്കടലിൽ നിന്നുള്ള മുദ്രാവാക്യമാണ് ഉയർത്തിയത്. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ. അപ്പോൾ അടിയന്തരാവസ്ഥ ഭരണത്തിനെതിരായിട്ട് എല്ലാവരെയും യോജിപ്പിക്കാനാണ് അന്ന് പരിശ്രമിച്ചത്. ഇന്ന് അതിൽ നിന്ന് തുലോം വ്യത്യസ്തമായിട്ടൊരു രാഷ്ട്രീയ സാഹചര്യമാണ്. കാരണം രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും സാമൂഹ്യ നീതിയും വെല്ലുവിളിക്കപ്പെടുന്ന ഇന്ത്യയായിട്ട് തുടരുമോ, ഇന്ത്യയിൽ നിലവിലുള്ള ഭരണഘടന അതേ നിലക്ക് നിലനിൽക്കുമോ എന്ന വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമായിട്ടുള്ള പ്രശ്നം. അത്തരമൊരു സാഹചര്യത്തിൽ മതരാഷ്ട്ര സ്ഥാപനത്തിനു വേണ്ടി നിലകൊള്ളുന്ന എല്ലാ പാർട്ടികളോടും മതനിരപേക്ഷ പാർട്ടികൾ കൈക്കൊള്ളേണ്ട നിലപാട് എന്താണ് എന്നതാണ് പ്രശ്നം. ഇവിടെ കോൺഗ്രസും BJPയും അതുപോലെ തന്നെ ഇടതുപക്ഷവും ആണ് പ്രധാനമായിട്ട് ഏറ്റുമുട്ടുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ.
നിങ്ങൾ നോക്കൂ, ആ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസും ബി ജെ പിയും രണ്ട് വലതുപക്ഷ പാർട്ടികളാണ്. കോർപ്പറേറ്റുകളുടെ പണം വാങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. ഇലക്ട്രൽ ബോണ്ട് നിയമത്തെ അംഗീകരിച്ച പാർട്ടികളാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. അപ്പോൾ ഈ രാജ്യത്തിലെ ഹിന്ദുത്വം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി സുപ്രീം കോടതി വിധിയുടെ സാഹചര്യത്തിൽ ഒരു ബി ജെ പി അനുഭാവിയായിട്ടുള്ള ആൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗമായി ഇതേവരെ നിന്നിട്ടുള്ള ആൾ ഇത്തവണ കോർപ്പറേറ്റുകളുടെ ബോണ്ട് വാങ്ങിക്കാത്ത ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നു. അതൊരു വ്യക്തിയുടെ നിലപാടിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇവിടെ വിഷയം എന്താണ്? SDPIയുടെ വോട്ട് ഇപ്പോൾ കോൺഗ്രസിന് കൊടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു, രാഷ്ട്രീയമായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ SDPI അത് സംബന്ധിച്ച് VD സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇഷ്ടമുള്ളവർ ഓരോ പാർട്ടിക്കും വോട്ട് ചെയ്യുമെന്നാണ്. അപ്പോൾ കോൺഗ്രസിന് ഇഷ്ടപ്പെട്ട പാർട്ടിയായിട്ട് SDPI മാറിയോ എന്ന ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. രാഷ്ട്രീയമായിട്ടുള്ള വോട്ടാണ് SDPI കോൺഗ്രസിന് ചെയ്യുന്നത്. ഏതെങ്കിലും വ്യക്തികൾ സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്ന വോട്ടല്ല, പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ചെയ്യുന്ന വോട്ടല്ല. ഇവിടെ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഏതെങ്കിലും പാർട്ടിയിലെ വ്യക്തികൾ മാറി ചെയ്യുന്ന വോട്ടല്ല. മതരാഷ്ട്ര സ്ഥാപനത്തിനു വേണ്ടി ഈ രാജ്യത്ത് പ്രവർത്തിക്കുകയും നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ ഭാഗമായിട്ടോ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള SDPI അതിൻ്റെ വോട്ട് കോൺഗ്രസിന് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട കോൺഗ്രസ് പാർട്ടി അതിൻ്റെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ശ്രീ ദീപ്തി മേരി വർഗീസിനോട് ചോദിക്കുന്നത്, SDPIയോട് നിങ്ങളുടെ നിലപാടെന്താണ്? കോൺഗ്രസിന് SDPIയോട് ഇഷ്ടം തോന്നിത്തുടങ്ങിയോ? SDPIക്ക് കോൺഗ്രസിനോട് ഇഷ്ടം തോന്നിത്തുടങ്ങിയതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അതാണ് ചോദ്യം. ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആൾ മറ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നു, അത് വേറൊരു കാര്യം. ഇവിടെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് SDPI എന്താണ് അവരുടെ റെക്കോർഡ്? ഇവിടെ ശ്രീ പി ജയരാജൻ ഒരു ഉപചോദ്യം ശരിയായിരിക്കാം. ഒരുപക്ഷെ ഞാൻ ദീപ്തി മേരി വർഗീസിനോട് ഇനി ചോദിക്കേണ്ട ചോദ്യം അതായിരിക്കാം. SDPI ഒരു വർഗീയ പാർട്ടിയാണ് എന്ന നിലപാട് കോൺഗ്രസിനുണ്ടോ? ഉണ്ട് എങ്കിൽ അങ്ങനെ വർഗീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കുമ്പോൾ നിങ്ങൾ വർഗീയ നിലപാടുകാരുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയേണ്ടതല്ലേ എന്ന് വേണമെങ്കിൽ ഞാൻ ചോദിക്കേണ്ട ചോദ്യമായി താങ്കൾക്ക് കണക്കൂട്ടാം. പക്ഷേ നേരത്തെ ജമാഅത്തെ ഇസ്ലാമി അത് വെൽഫെയർ പാർട്ടിയായി രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്ന് ആ ചോദ്യം CP ജയരാജൻ താങ്കളുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ലല്ലോ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി പരിഗണിച്ചു വേണം ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ. ഞാൻ പറഞ്ഞു, അടിയന്തരാവസ്ഥയുടെ കാലത്ത് RSSകാരും ജയിലിൽ, പിന്നെ അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരും ജയിലിൽ, അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്ന മുദ്രാവാക്യത്തോടൊപ്പം പല വ്യക്തികളും വോട്ട് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ഏകീകരണം കോൺഗ്രസിനെതിരായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രത്യേകമായിട്ടൊരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് മതരാഷ്ട്ര സ്ഥാപനത്തിനു വേണ്ടി RSS നടത്തുന്ന പരിശ്രമം, ഇന്ത്യ രാജ്യത്ത് ഒരു ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അതിനെതിരായിട്ട് മതനിരപേക്ഷവാദികൾ ഒന്നിക്കേണ്ട ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് ഇത്തരമൊരു പരസ്യമായിട്ടുള്ള പിന്തുണ SDPI പോലെയുള്ളൊരു പാർട്ടി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതാണ് എൻ്റെ പോയിന്റ്. ശരി, ദയവായി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ആണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു പ്രാദേശിക വിഷയമാണ് എന്ന നിലയിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. നോക്കൂ, 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ നൽകിയത് കൊണ്ടാണ് ക്രിസ്ത്യൻ വോട്ടുകൾ UDFിൽ നിന്ന് അകന്നു പോയത് എന്നൊരു നിരീക്ഷണം UDF തന്നെ ആ കാലഘട്ടത്തിൽ ഉയർത്തിയിരുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. ഓർമ്മയുണ്ടല്ലോ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പച്ചക്കൊടി കാണിച്ച് അത് പാകിസ്ഥാനിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്ന പ്രചരണം വടക്കേ ഇന്ത്യയിൽ ഉയർത്തിയിട്ടുണ്ട് BJP എന്ന് കോൺഗ്രസ് തന്നെ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ ലീഗല്ല SDPI എന്ന് താങ്കൾക്കും അറിയാം.
PFIയുടെ പൊളിറ്റിക്കൽ വിങ്ങായിട്ടാണ്, അതായത് RSSന്റെ പൊളിറ്റിക്കൽ വിങ്ങായി BJPയെ കാണാൻ എങ്ങനെ കഴിയുമോ അതേപോലെ PFIയുടെ പൊളിറ്റിക്കൽ വിങ്ങായിട്ടാണ് SDPI അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ രണ്ടാം വട്ടം ഒന്നുകൂടി ആലോചിക്കണമെന്ന് ഇതിനകം തന്നെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. SDPI ഓഫർ സ്വീകരിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കുമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ആ ഒന്നുകൂടി ആലോചന? എന്തൊക്കെ അഭിപ്രായങ്ങളായിരിക്കും UDFന്റെ വിവിധ ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരിക? ശ്രീ സജീവൻ. തീർച്ചയായിട്ടും ഒന്നുകൂടി ആലോചിക്കുക എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ പരാജയം ഉൾപ്പെടെ ഉത്തരേന്ത്യയിലുണ്ടായ വലിയ തിരിച്ചടിക്ക് കാരണം ഒരു തരത്തിൽ നമുക്കെല്ലാവർക്കും യാഥാർത്ഥ്യം അറിയാം. മുസ്ലിം ലീഗിൻ്റെ പതാകയാണ് വയനാട്ടിൽ അന്ന് ആ ചിത്രത്തിൽ കണ്ടിട്ടുള്ളതെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അത് അതിശക്തമായ രൂപത്തിൽ പാകിസ്ഥാൻ പതാകയാണ് എന്ന് സമർത്ഥിക്കാൻ ആ ജനങ്ങളെ, ഉത്തരേന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ BJPക്ക് കഴിഞ്ഞു. അതേപോലെ ഒരു ആയുധമായിട്ട് ഇപ്പോൾ ജോർജ് കുര്യൻ ഇവിടെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അവർ ഇനി പ്രചരണത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്ന്. വളരെ കൃത്യമായിട്ടും ഇതൊരു പ്രചരണ ആയുധമായിട്ട് അവരെടുക്കും. ഒന്നാമത് ഈ പ്രതികരണത്തിൽ എനിക്ക് തോന്നുന്നു VD സതീശൻ്റെ പ്രതികരണം പോലും വ്യക്തികളാണ് വോട്ട് ചെയ്യുന്നത്, അതാര് വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോഴും അവരുടെ അത് തന്നെ ഉണ്ട് തിരിച്ചടി ഉണ്ടാക്കാവുന്ന പല കാര്യങ്ങളും. നിലപാടെടുക്കാം. ഇവിടെ SDPI എടുത്ത നിലപാടിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഒരു പ്രാതിനിധ്യമുള്ള പ്രസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും തനിച്ച് നേരത്തെയൊക്കെ അവർ പലപ്പോഴും സ്ഥാനാർത്ഥികൾ നിർത്തിയതാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതേപോലെ നിർത്തിയാൽ ഈ BJP വിരുദ്ധ വോട്ടുകൾ, പ്രത്യേകിച്ച് ഇത്തവണ കേരളത്തിൽ പരമാവധി 1-2 സീറ്റെങ്കിലും പിടിച്ചെടുക്കണമെന്നുള്ള വാശിയുള്ള ആളാണ് നരേന്ദ്രമോദി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു അവസരം കൊടുക്കാതിരിക്കാനാണ് അവർ പരസ്യമായി ഞങ്ങൾ മത്സരിക്കുന്നില്ല, ഞങ്ങളുടെ പിന്തുണ ഇന്ന ആൾക്കാണ്, അത് LDFന് കൊടുത്താലും UDFന് കൊടുത്താലും എന്തായാലും BJP വിരുദ്ധമാവുക എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ 2019 വയനാട്ടിലെ ആ പ്രകടനത്തിൻ്റെ റാലിയുടെ ചിത്രം പോലെ തന്നെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒന്നായിട്ട് മാറും. അതാണ് അവർക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം. അതിനെ നേരിടുന്ന രീതി, അതിപ്പോൾ നേരത്തെ VD സതീശൻ പറഞ്ഞായാലും രമേശ് ചെന്നിത്തല പറഞ്ഞായാലും ഇപ്പോൾ ഈ ചർച്ചയിൽ ദീപ്തി മേരി വർഗീസ് പറഞ്ഞായാലും അതൊന്നും ശരിക്കും കൺവിൻസിങ് ആയിട്ട് മാറില്ല. അവിടെ ഞാൻ പറഞ്ഞത്, ഞാൻ ജോർജ് കുര്യൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഇനിയുള്ള ആയുധം കേരളത്തിൽ പോലും, ഇത് 2019 കേരളത്തിന് പുറത്താണ് ഉപയോഗിച്ചതെങ്കിൽ ഇത് കേരളത്തിൽ പോലും അവരിതാ ഇപ്പോൾ ഉപയോഗിച്ചില്ല വാക്ക്, തീവ്രവാദികളുടെ ഒപ്പം ചേരുന്നു UDF എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള അവസരം സൃഷ്ടിക്കും. അതാണ് ഈ സജീവൻ. നമുക്ക് അറിയാമല്ലോ, കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള സ്ഥിതിയാണ്. മലപ്പുറത്ത് 2014 47,853 വോട്ടുകൾ കിട്ടിയ പാർട്ടിയാണ് SDPI. അങ്ങനെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും, വടക്കൻ കേരളത്തിലെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും പൊന്നാനിയിൽ 26,640, കണ്ണൂരിൽ 19,170 വോട്ടുകൾ, ആലപ്പുഴയിൽ, പത്തനംതിട്ടയിൽ, ആറ്റിങ്ങലിൽ, കൊല്ലത്ത്, എറണാകുളത്ത് പോലും 10,000-ന് മുകളിൽ വോട്ടുകളുള്ള പാർട്ടിയാണ് SDPI. എന്തിന് ഈ മാത്രമല്ല, ഇതൊരു മിലിറ്റന്റ് വോട്ടാണ്. SDPI പറയുകയാണെങ്കിൽ വോട്ട് കൃത്യമായി പെട്ടിയിൽ വീഴുക തന്നെ ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി പറയുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീഴുക തന്നെ ചെയ്യും. അപ്പോഴാണ് ഇവർ പിന്തുണ പ്രഖ്യാപിച്ചു വരുന്നത്. എങ്ങനെ വേണ്ടെന്ന് പറയും? അല്ല, വേണ്ടെന്ന് പറയില്ല എന്ന് മാത്രമല്ല, ഈ പ്രഖ്യാപനം SDPIയുടെ ഈ പ്രഖ്യാപനം ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ SDPIയുടെ വോട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുള്ളത് എനിക്കറിയാം. ഇപ്പോൾ കോഴിക്കോട്ട് SDPIയുടെ ഇഫ്താർ പരിപാടി ഉണ്ടായിരുന്നു. ആ ഇഫ്താർ വിരുന്നിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും SDPIയോട് എന്തെങ്കിലും ഇതുവരെ തീവ്രവാദ സംഘടനയാണെന്നോ സാമുദായിക സംഘടനയാണെന്നോ ഒക്കെ തോന്നുന്ന ആളുകൾ അവിടെ പോയിട്ട് ഈ തിരക്കിനിടയിൽ, വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിനിടയിൽ സ്ഥാനാർത്ഥികൾ തന്നെ അവിടെ വന്നുള്ളതുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ അല്ല, സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ നടത്തിയിട്ടുള്ള ഇഫ്താറിലും ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ വോട്ട് പിടിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ പറഞ്ഞ പോലെ മലബാർ പ്രദേശത്ത് വിധി നിർണ്ണയിക്കാൻ പറ്റിയ നിർണായകമായിട്ടുള്ള സ്വാധീനം SDPIക്കുണ്ട്.
അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ PFIയുടെ ഭാഗമാണ്, NDFൻ്റെ ഭാഗമാണ്, അതിൻ്റെ ഒരു പോഷക സംഘടനയാണ് എന്നൊക്കെ പലരും പറയാമെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിരോധിക്കപ്പെടാത്ത ഒരു സംഘടനയാണ്. PFI നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും SDPI എന്നുള്ള സംഘടനയെ നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് രാഷ്ട്രീയ നിലപാടെടുക്കാം. അവരെടുത്ത രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് BJP വിരുദ്ധമായ നിലപാടാണ്. വ്യക്തമാണ്. ദയവായി തുടരുക. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നേരത്തെ ശ്രീ P. ജയരാജൻ ചോദിച്ചതാണ് വളരെ കാതലായിട്ടുള്ള പ്രശ്നം. SDPI ഒരു വർഗീയ സംഘടനയാണ് എന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? എന്ന് മുതലാണ് ശ്രീ P. ജയരാജന് SDPI ഒരു വർഗീയ സംഘടനയാണ് എന്ന് തോന്നി തുടങ്ങിയെന്ന് ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുക. കാരണം താങ്കളിത് മറന്നുപോയിട്ടാണോ അതോ കണ്ണൂർ ജില്ലയുടെ മാത്രം കാര്യങ്ങളാണോ താങ്കളിപ്പോൾ നോക്കുന്നതെന്നും എനിക്കറിയില്ല. മറ്റ് തെക്കൻ ജില്ലകളിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി വരണം, ഇവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഒന്നുകിൽ താങ്കൾ അറിഞ്ഞിട്ടും അറിയില്ല എന്ന് നടിക്കുന്നതായിരിക്കും. നിങ്ങൾ വലിയ PR വർക്ക് നടത്തിയ അഭിമന്യു വധത്തിൻ്റെ പ്രതി, ആ പ്രതിയുടെ നാട്ടിൽ CPMന് SDPI പിന്തുണ നൽകുകയാണ്. ഈരാറ്റുപേട്ടയിൽ CPMന് SDPI പിന്തുണ നൽകുകയാണ്. 5 LDFും 5 UDFും ഉള്ള സ്ഥലത്ത് ഫസീല എന്ന് പറയുന്ന ഒരു SDPI യുടെ പിന്തുണയോടെ അവിടെ നിങ്ങൾ ഭരണം നടത്തുകയാണ്. ചെങ്ങന്നൂരെ ഒരു മാസം മുമ്പ് നടന്ന ചെറിയ നാടെന്ന് പറയുന്ന സ്ഥലത്ത് CPMൽ നിന്ന് വളരെയധികം ആളുകൾ രാജിവെച്ചു പോയി. താങ്കൾ അത് അന്വേഷിച്ചോന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് രാജിവെച്ചു പോയത്? രാജിവെച്ചു പോകാൻ കാരണം സെയ്ദ് മുഹമ്മദ് എന്ന പേരിലുള്ള ലോക്കൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ല ദീപ്തി മേരി വർഗീസ് മറുപടി പറയുന്നത്. എന്റെ ചോദ്യം കോൺഗ്രസ് SDPI വർഗീയ പാർട്ടിയാണ് എന്ന അഭിപ്രായമുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങളുടെ ആക്ടിംഗ് പ്രസിഡന്റ് പറയുന്നത് വർഗീയ പാർട്ടിയാണോ അല്ലയോ എന്നുള്ളതൊന്നും പറയലല്ല എന്നാണ്. ഇങ്ങനെയാണ് വാചകം കൃത്യമായി പറഞ്ഞാൽ, വർഗീയ പാർട്ടി അല്ലാത്ത പാർട്ടി എന്ന് അവരെക്കുറിച്ചും അഭിപ്രായമില്ല, ആരെക്കുറിച്ചും അഭിപ്രായമില്ല പോലും. അങ്ങനെയാണ് പിന്നെ BJPയെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലേ എന്നൊരു തിരിച്ചു ചോദ്യം അവിടെ ഉദിക്കുന്നുണ്ട്. എല്ലാവരുടെയും വോട്ടിന് തുല്യമൂല്യമെന്ന്. അങ്ങനെയാണോ കോൺഗ്രസിന്റെ നിലപാട്? വർഗീയ പാർട്ടി അല്ലാത്ത പാർട്ടി, വർഗീയ പാർട്ടി എന്നോ അല്ലാത്ത പാർട്ടി എന്നോ ആരെക്കുറിച്ചും അഭിപ്രായം ഇല്ല എന്നുള്ളതാണോ കോൺഗ്രസിന്റെ നിലപാട്? അല്ല, ഞാനിതിപ്പോൾ ഇത്ര വിശദീകരിച്ച് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ശ്രീ P. ജയരാജൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ പ്രതികരിച്ചുകൊണ്ട് മാത്രമാണ് ഇത്ര ഡീറ്റെയിൽസിലേക്ക് കടക്കേണ്ടി വന്നത്. അപ്പോൾ ഇത്തരത്തിൽ SDPയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ബന്ധം പുലർത്തിയ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോൾ പറയുകയാണ് SDPI വർഗീയ സംഘടനയാണ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏത് വർഗീയ സംഘടനയായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആ വർഗീയ സംഘടനകളോടൊന്നും കൂട്ടുകൂടുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് അസംദിഗ്ധമായി പറഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ സജീവൻ പറയുന്നു, പ്രതിപക്ഷ നേതാവ് പറയുന്നത് കൺവിൻസിങ് അല്ല എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ കൃത്യമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഒരു സംഘടന, ഞാൻ ചോദിച്ചോട്ടെ, ഞാനൊരു കോമൺ സെൻസ് ഒക്കെ ഉള്ളവരാണല്ലോ ഇരിക്കുന്ന ചർച്ചയ്ക്കിരിക്കുന്ന മുഴുവൻ ആളുകളും. അത്തരത്തിലൊരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, അത്തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വിളിച്ചു പറയേണ്ട കാര്യമില്ല. അവർ തന്നെ ഇപ്പോൾ കുറച്ചു മുമ്പ് മറ്റു ചില ചാനലുകളിൽ SDPIയുടെ തന്നെ പ്രതിനിധികൾ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതായത് അവരുടെ യോഗത്തിൽ അവർ തീരുമാനിച്ച ഒരു കാര്യം അവർ വിളിച്ചു പറയുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, CPMന്റെ നിരവധി ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും. ഒരുപക്ഷെ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ നിരവധി ആളുകൾ കോൺഗ്രസിന് ഇത്തവണ വോട്ട് ചെയ്യും. അതിന്റെ കാരണം എന്ന് പറയുന്നത്, അത് മാത്രം ശ്രീ P. ജയരാജൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. രാജ്യം ഇന്ന് അനുഭവിക്കുന്ന അരാജകത്വം, രാജ്യം ഇന്ന് നേരിടുന്ന നിങ്ങൾക്ക് SDPI ഒരു വർഗീയ പാർട്ടിയാണെന്ന നിലപാടുണ്ടോ എങ്കിൽ നിങ്ങൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും ഇവരുമായി സഹകരണം ഉണ്ടാക്കുമായിരുന്നോ എന്നാണ് ദീപ്തിയുടെ ചോദ്യം. SDPI വർഗീയ നിലപാടുള്ള പാർട്ടിയാണ് എന്നുള്ളതിന് CPMന് യാതൊരു സംശയവുമില്ല. പിന്നെ ഇവിടെ ദീപ്തി പറഞ്ഞത് ഈരാറ്റുപേട്ടയിലെ കാര്യമാണ്. ഞാൻ ദീപ്തിയോട് ചോദിക്കുന്ന, ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ ആരാ ഭരിക്കുന്നത്? LDF ആണോ UDF ആണോ? അവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു UDF അംഗം കൂറുമാറിയതോടുകൂടിയാണ് അവിശ്വാസ പ്രമേയത്തിന് സാഹചര്യമുണ്ടായത്. LDF കൊണ്ടുവന്ന അവിശ്വാസത്തെ SDPI പിന്തുണച്ചു, അവിശ്വാസം പാസ്സായി. ഈ പശ്ചാത്തലത്തിൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് ദീപ്തി പറയുന്നില്ലല്ലോ. LDF അംഗങ്ങൾ വിട്ടുനിൽക്കുന്ന നിലപാടാണ് ഉണ്ടായത്.
അതായത് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായിട്ട് SDPI വോട്ട് ചെയ്ത സാഹചര്യത്തിൽ പിന്നീട് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ LDF അംഗങ്ങൾ വിട്ടുനിൽക്കുകയാണുണ്ടായത് എന്നത് ചുരുക്കത്തിൽ ശ്രീ പി ജയരാജൻ താങ്കൾ പറയുന്നത് SDPI വർഗീയ സംഘടനയാണ്, ഞങ്ങൾക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ നിങ്ങളുടെ പാർട്ടി പറയുമായിരുന്നു SDPIയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, എടുത്തുകൊണ്ട് പോകണം. അത് ശരിയല്ല നികേഷ്. ഒരു മിനിറ്റ് പി ജയരാജനോട് തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞല്ലോ. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോഴും ഈരാറ്റുപേട്ട നഗരസഭ ഭരിക്കുന്നത് UDF ആണ്, LDF അല്ല. അവിശ്വാസ പ്രമേയം പാസ്സായപ്പോൾ SDPIയുടെ പിന്തുണയുണ്ടായതുകൊണ്ട് പിന്നീട് LDF അംഗങ്ങൾ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. അതാണ് യാഥാർത്ഥ്യം. നാളെ വെൽഫെയർ പാർട്ടി ഇതിനകം തന്നെ വെൽഫെയർ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. നാളെ വെൽഫെയർ പാർട്ടി പറയുകയാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയും. കേട്ടില്ല പി ജയരാജൻ, നാളെ SDPIയുടെ പിന്തുണയാണല്ലോ ഇപ്പോൾ UDFന് കിട്ടിയിരിക്കുന്നത്. നാളെ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ വിങ് ആയിട്ടുള്ള വെൽഫെയർ പാർട്ടി പറയുകയാണ് ഞങ്ങൾ LDFന് പിന്തുണ നൽകൂ എന്ന് പറഞ്ഞാൽ അല്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായിട്ട് വെൽഫെയർ പാർട്ടി ആരോടൊപ്പം നിന്നത്? മാധ്യമം പത്രത്തിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂടിയാലോചിക്കുന്നതിന് വേണ്ടി മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ, ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വന്ന് ചർച്ച ചെയ്ത കാര്യം അവർ പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ അവരുടെ വെൽഫെയർ പാർട്ടിയും ഒക്കെ UDFനൊപ്പമായിരുന്നു, LDFനൊപ്പമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഗീയ ശക്തികളുമായിട്ടും വിട്ടുവീഴ്ച കൂടാതെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വ്യക്തികൾ LDFന് വോട്ട് ചെയ്യുന്നു, ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട വ്യക്തികൾ, അതല്ലല്ലോ പ്രശ്നം. SDPI എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിനോട് ഇഷ്ടം തോന്നുന്ന സാഹചര്യം എന്താണ് എന്നാണ് ദീപ്തി വിശദീകരിക്കേണ്ടത്. അല്ല, അവിടെയാണ് പ്രശ്നം. പ്രഖ്യാപിച്ചു. മൂവാറ്റുപുഴ മൗലവി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ട് പറയുന്നു ഞങ്ങളുടെ പിന്തുണ ഇത്തവണ കോൺഗ്രസിനാണ്. അതിന് അവർ പറയുന്ന കാരണങ്ങൾ CAA പിൻവലിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ജാതി സെൻസസ് നടപ്പാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ദേശീയ സാഹചര്യം കണക്കിലെടുത്താണ് UDFന് പിന്തുണ നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന് അവരെന്ത് പേടിച്ചു? കോൺഗ്രസ് എന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആളുകളല്ലേ വോട്ട് ചെയ്യുന്നത്, SDPIക്ക് വോട്ടില്ലല്ലോ. SDPI എന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിന് പിന്തുണ നൽകാനുള്ള തീരുമാനത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഔദ്യോഗികമായി എന്താണ് നിലപാട് എന്ന് വ്യക്തമാക്കണം. ഇവിടെ SDPIക്കാർ കൊടുക്കുന്ന പിന്തുണക്ക് ഒരു മാനദണ്ഡം പറഞ്ഞല്ലോ, CAA പിൻവലിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആര് പറഞ്ഞിരിക്കുന്നു? മല്ലികാർജുൻ ഖാർഗെ ഇതേവരെ പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും അഖിലേന്ത്യാ നേതാക്കന്മാർ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ CAA പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പത്രസമ്മേളനത്തിൽ മാധ്യമപ്രതിനിധികൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ രാത്രി ആലോചിച്ചിട്ട് നാളെ രാവിലെ പറയാമെന്ന് ഖാർഗെ മറുപടി പറഞ്ഞിട്ട് എത്ര രാത്രികൾ പിന്നിട്ടു? പ്രേക്ഷകർ ഇത് ചോദ്യം സ്വാഭാവികമായിട്ട് പച്ചക്കൊടി ഉയർന്നപ്പോ അത് പാകിസ്ഥാനിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്ന് ചിത്രീകരിച്ച പാർട്ടിയല്ലേ ശ്രീ ജോർജ് കുര്യൻ BJP SDPIയുടെ UDF പിന്തുണയെ എങ്ങനെയാണ് ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കാൻ പോകുന്നത്? ശ്രീ സജീവൻ ചില നിരീക്ഷണങ്ങളൊക്കെ നേരത്തെ നടത്തുകയുണ്ടായല്ലോ. അല്ല, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവരുടെ ഒരു കാപട്യം ഒന്ന് തുറന്നു കാട്ടണം. ഇവരിപ്പോൾ പറഞ്ഞല്ലോ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ UDF SDPIയും കൂടെയാണ് ഭരിക്കുന്നത്. മീഞ്ച പഞ്ചായത്തിൽ LDF UDF കാസർഗോഡ് ജില്ലയിലാണ്, SDPI 3 കൂട്ടരും കൂടെയാണ് ഭരിക്കുന്നത്. ഓർക്കാടി പഞ്ചായത്തിൽ LDF UDF SDPI 3 കൂട്ടരും കൂടെയാണ് ഭരിക്കുന്നത്. പത്തനംതിട്ടയിലെ LDFും അതുപോലെ തന്നെ SDPIയും കൂടെയാണ് ഭരിക്കുന്നത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ LDF ഏതാനാണോ ഞാൻ പറയുന്നത്? അതുപോലെ തന്നെ പോരുവഴി പഞ്ചായത്തിലെ മനസ്സിലാക്കുന്ന SDPI ആണ്. അതുപോലെ CPM കോൺഗ്രസും ഒക്കെ കൂടെ BJPയെ മാറ്റാൻ വേണ്ടി ചെന്നിത്തല പഞ്ചായത്തിൽ അത് CPM കോൺഗ്രസും കൂടെയാണ്. കോടന്തുരുത്ത് പഞ്ചായത്തില്, തിരുവാവണ്ടൂർ പഞ്ചായത്തില്, പാണ്ടനാട് പഞ്ചായത്തില്, കാസർഗോഡ് ജില്ലയിലെ പഞ്ചായത്തിൽ എന്താ സംഭവിച്ചത്? നികേഷ് ഉത്തരേന്ത്യയില് കുറച്ചുനാള്
വളരെ വർഷങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് നോർത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. നികേഷ് ഇന്നായാലും പോയിട്ട് നോർത്ത് ഇന്ത്യയിലെ ജനങ്ങളോട് ഈ മുസ്ലിം ലീഗിൻ്റെ കൊടി കാണിച്ചിട്ട് ഇത് ആരുടെ കൊടിയാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും നികേഷിനോട്? അത് പാകിസ്ഥാൻ്റെ എന്നല്ലേ പറയുള്ളൂ. നികേഷിന് അറിയാമല്ലോ. അത് കാണിച്ചിട്ട് ഈ കൊടിയാണ്, ഈ കൊടിയുള്ളവരാണ് രാഹുൽ ഗാന്ധി, മുഴുവൻ അതായിരുന്നു കൊടി. ഇനി അത് പൂർത്തിയായി, ഇപ്പം SDPIയും കൂടെ ആയപ്പോൾ പൂർത്തിയായി. നികേഷ്, ഇതിന് ഒരു കാരണമുണ്ട്, നമ്മുടെ ഡെമോഗ്രഫിയിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ്. 1958 ഈ കേരള സർക്കാർ സുപ്രീം കോടതിയെ കൊടുത്ത ഒരു അഫിഡവിറ്റിൽ പറഞ്ഞത് കേരളത്തിൽ ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമല്ല, സെക്കൻഡ് മജോറിറ്റിയാണെന്ന് പറഞ്ഞു. കാരണം 25% ഉണ്ടായിരുന്നു. മുസ്ലിംസിനെ പറ്റി പറഞ്ഞ 16% എന്നാണ്. ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഈ അന്താരാഷ്ട്ര ഭീകരവാദവും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടരുടെ ജനസംഖ്യ തീരെ കുറഞ്ഞു. അതുകൊണ്ടാണ് പാലാ ബിഷപ്പ് ഒരു പ്രസംഗം നടത്തിയപ്പോൾ ആദ്യം VD സതീശൻ പറഞ്ഞ കേസെടുക്കണമെന്ന്. VD സതീശൻ പറഞ്ഞോ എന്നാൽ ഞാൻ എടുത്തിരിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതുപോലെ നികേഷ്, നിങ്ങൾ ഉത്തരേന്ത്യയിലോ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലോ ആണ് ഒരു വൈദികനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചാൽ, അതായത് പള്ളിയുടെ അതിർത്തിയിൽ കയറിയിട്ട് കോമ്പൗണ്ടിൽ കയറിയിട്ട് കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചാൽ നികേഷ് എത്ര ദിവസം ചർച്ച നടത്തും? ഒരു 15 ദിവസമെങ്കിലും ചർച്ച നടത്തില്ലേ? ഇവിടെ പൂഞ്ഞാറിൽ എന്തുകൊണ്ട് ചർച്ച നടത്തിയില്ല എന്ന് മാത്രമല്ല, ഒരു LDFും UDFും പ്രതികരിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എന്തുകൊണ്ടാണ് വോട്ടിന് വേണ്ടിയാണ്. മാത്രമല്ല ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അല്ല ജോർജ് കുര്യൻ, അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാതെ ഈ പൂഞ്ഞാറിൽ ഒരു വൈദികനെ ഒരു കൂട്ടം ചെറുപ്പക്കാര് കാറിടിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തി എന്നുള്ളത് ശരിയാണ്. അതിന് ഈ സംസ്ഥാനത്തെ ഭരണകൂടം വളരെ കൃത്യമായ നടപടിയെടുത്തില്ലേ? മാത്രമല്ല അത് ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു മുസ്ലിം പുരോഹിതനെ ആ വിഷയം ഉയർത്തിയപ്പോൾ അത് മുസ്ലിം കുട്ടികൾ തന്നെയാണ്, മുസ്ലിം ചെറുപ്പക്കാർ തന്നെയാണ് അത് ചെയ്തത് എന്ന് പറയാനുള്ള ധൈര്യം സംസ്ഥാനത്തെ ഭരണാധികാരി കാണിച്ചില്ലേ? അപ്പോൾ പിന്നെ ആ നിലയിൽ നടപടിയെടുക്കുമ്പോൾ പിന്നെ നമ്മളെന്തിനാ 15 ദിവസം ചർച്ച ചെയ്യുന്നത്? നടപടിയെടുത്താൽ പോരെ? നടപടിയെടുക്കാത്ത വടക്കേ ഇന്ത്യയിലെ പ്രശ്നങ്ങളല്ലേ നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത്? അല്ല, ഇതൊക്കെ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴത് നികേഷിന്റെ വായിൽ വരില്ല. അറസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമായോ? ഇതൊരു വെല്ലുവിളിയല്ലേ? അപലപിച്ചതുകൊണ്ട് കാര്യമായോ? ഇതല്ലേ മാനസികാവസ്ഥ? ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട് നികേഷിന്റെ ആ ഭാഷയൊക്കെ. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. പാലസ്തീൻ, നികേഷ് ഉൾപ്പെടെയുള്ളവർ പാലസ്തീനെ പറ്റി എന്ത് ഘോരകമായ, അത് നമ്മുടെ ജയരാജൻ ഇരിപ്പുണ്ട്, ദീപ്തി മേരി ഇരിപ്പുണ്ട്. എന്തേ പെട്ടെന്ന് നിർത്തിയത്? ഇന്ത്യയുടെ സഹായം അവർ സ്വീകരിക്കുന്ന എന്താ സഹായം? മരുന്ന്, ഭക്ഷണം, വസ്ത്രം. അതുകൊണ്ട് തീവ്രവാദികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യയെ പറ്റി ഒരു പദ്ധതിയുണ്ട് 50 വർഷത്തെ, അതുകൊണ്ട് ഇന്ത്യയുടെ സഹായം സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. പാലസ്തീൻ അതോറിറ്റി പിന്തുണയില്ല. ഇപ്പോഴും മരിച്ചു വീഴുകയല്ലേ? ആർക്കും ദുഃഖമില്ലല്ലോ? മാനവികതയില്ലേ? ഭീകരവാദികൾ പറഞ്ഞാൽ മാനവികതയില്ലേ? ജോർജ് കുര്യൻ, ലക്ഷ്യം കൃത്യമാണ്. ഇപ്പോ ഒന്ന് കേൾക്കൂ ശ്രീ ജോർജ് കുര്യൻ, താങ്കളോട് തന്നെയാണല്ലോ ചോദ്യം. ഒന്ന് കേൾക്കൂ. നോക്കൂ, പൂഞ്ഞാറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതിന് എതിരായി ശക്തമായ നിലപാടെടുത്തു എന്ന് നടപടിയെടുത്തു എന്ന് മാത്രമല്ല നിലപാടും എടുത്തിരിക്കുന്നു സംസ്ഥാന സർക്കാർ. അത് സംസ്ഥാന പിണറായി വിജയനെതിരായിട്ടുള്ള വലിയ കുറ്റാരോപണമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നോക്കൂ, നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി, ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാണെന്ന് ആലോചിക്കണം. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി വന്നിട്ട് ഈ പത്തനംതിട്ടയിൽ പ്രസംഗിക്കുമ്പോൾ ഉയർത്തിക്കാണിച്ച കേരളം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ആ ഇൻസിഡൻറ്റിൽ വളരെ ശക്തമായി നടപടിയെടുത്തിട്ട് പോലും അത് റേസ് ചെയ്യാൻ വേണ്ടി തയ്യാറായി, അല്ലെങ്കിൽ മുഖ്യ വിഷയമായി റേസ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ കോണ്ടെക്സ്റ്റ് താങ്കൾ ഒന്നുകൂടി എടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരിക്കൽ കൂടി അത് ആവർത്തിച്ച് താങ്കളെ ഒന്ന് ആ ഉത്തരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കട്ടെ. അതായത് നിങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന വിഷയം ഈ SDPIയുടെ UDF പിന്തുണ, കേൾക്കൂ സാറേ, ഈ SDPIയുടെ UDF പിന്തുണ നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിലാണ് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നികേഷിന് മാർക്ക് കിട്ടിയതിന്റെ അത് വിട്. പിണറായി വിജയന്റെ മാർക്ക് കിട്ടി, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഇനി ആ വിഷയം വിടൂ. മറ്റ് സംസ്ഥാനങ്ങളിലും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാറുണ്ട്, അപലപിക്കാറുണ്ട്, കേസെടുക്കാറുണ്ട്, ശിക്ഷിക്കാറുണ്ട്. അത് നികേഷ് പറയാറുണ്ടോ?
മറ്റ് സംസ്ഥാനങ്ങൾ ഇതൊക്കെ നടത്താറുണ്ട്. ഏത് മറ്റ് സംസ്ഥാനത്തിലാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിനെതിരെ നടപടി ഉണ്ടായിട്ടുള്ളത്? ഏത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ നടപടി ഉണ്ടാകാറുള്ളത്? ശ്രീ ജോർജ് കുര്യൻ, നോക്കൂ, നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് ഞാൻ പറയാൻ കാരണം മണിപ്പൂരിൽ നിന്ന് കത്തിയിട്ട് 300-ലധികം പള്ളികൾ നശിപ്പിക്കപ്പെട്ടിട്ട്. ഞാൻ പറയാം ഉഗ്രം പ്രസംഗമായിരുന്നു ഇപ്പൊ നികേഷിൻ്റെത്. നികേഷ്, ഇന്ത്യയുടെ ഏതെങ്കിലും പ്രധാനമന്ത്രി ഈ കലാപം നടക്കുന്ന അവസരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് എങ്കിൽ അത് രാജീവ് ഗാന്ധി മാത്രമാണ്. എന്താണ് പ്രതികരിച്ചത്? വലിയ മരം വീണാൽ ആ ചെറിയ ചെടികൾ നശിക്കുമെന്നാണ് പറഞ്ഞത്. സജ്ജൻ കുമാറും ജഗദീഷ് ചൈറ്ററും വാളുമായിട്ടാണ് ഇറങ്ങിയത്. ഇപ്പൊ കേസില്ലേ? പിന്നെ 2500 പേരെയാണ് കൊന്നത് പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ അതിനു മുമ്പും അതിന് ശേഷവും ഒരു പ്രധാനമന്ത്രിയും ലഹള നടക്കുന്നതിനെ പറ്റി പ്രതികരിച്ചിട്ടില്ല, അവിടെ പോയിട്ടില്ല. പക്ഷേ ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പോയി. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലാണ് നികേഷ്, ഞാൻ മുമ്പേ പറഞ്ഞു, ഈ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ നികേഷ് ഈ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇവിടെ എത്രയോ പരിശുദ്ധനായിട്ടുള്ള ആ പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ ഭരണകൂടങ്ങളും കേസെടുക്കും, അപലപിക്കും. പക്ഷേ ആ ചർച്ചയിൽ ഇവിടെ വരില്ല. ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചത്, ജോർജ് കുര്യൻ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ വളച്ചു കെട്ടിയാണ് മറുപടി പറഞ്ഞത്. എനിക്കൊരു ഇടവേള ആവശ്യമായി വരുന്നു. ശരിയാണ്, ചർച്ച ചെയ്യാം. ഒരു ഇടവേള. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നോക്കൂ, കേരളത്തിലെ ഇതുവരെയുള്ള ചർച്ചയിൽ നിന്നുള്ള കൺക്ലൂഷനാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ഹിന്ദുക്കൾക്കിടയിലല്ല, ക്രിസ്ത്യാനികൾക്കിടയിലാണ് ഇത് പ്രചരിപ്പിക്കുക എന്ന് വേണം ജോർജ് കുര്യൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ദേശീയ തലത്തിൽ പറയുക PFIക്കൊപ്പമാണ് കോൺഗ്രസ് എന്നാണ്. അപ്പോൾ അത് പ്രതിരോധിക്കാനുള്ള സംവിധാനം കോൺഗ്രസിനുണ്ടോ? ഈ നികേഷ്, ഈ BJPയെ സംബന്ധിച്ച്, BJP പ്രതിനിധികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്താണ്? ഈ രാജ്യത്തെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ജാതീയമായി ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്കൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഏത് തരത്തിലാണ് ജാതിയെയും മതത്തെയും തമ്മിൽ ഡിവൈഡ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ്, അറിവുള്ള ആളുകളാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ SDPI പറയുന്നു UDFന് വോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരപ്പോൾ തന്നെ ഇപ്പോൾ നോക്കിയേ, ജോർജ് കുര്യൻ പറയുന്നത് ഏറ്റവും അധികം കാര്യം ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ക്രിസ്ത്യാനികളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഇവർക്ക് ഇത്രയധികം ക്രിസ്ത്യാനികളോടുള്ള സ്നേഹമെന്ന് നമ്മൾ രാജ്യം മുഴുവൻ കാണുന്നതാ. താങ്കൾ വളരെ കൃത്യമായി ചോദിച്ചല്ലോ മണിപ്പൂരിലെ കാര്യം, അദ്ദേഹത്തിന് മറുപടി പറയാനില്ലല്ലോ. അദ്ദേഹം അപ്പോൾ ചരിത്രം വേറെ രാജീവ് ഗാന്ധിയുടെയൊക്കെ കാര്യം പറയുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. രാഹുൽ ഗാന്ധിയാണ് ആദ്യം അവിടെ പോകുന്നത്. ഈ നിർമ്മല സീതാരാമൻ പോയോ, സ്മൃതി ഇറാനി പോയോ? ഇത്രയും സ്ത്രീകളെ ഇത്ര ക്രൂരമായി പീഡിപ്പിച്ചിട്ട്, പരസ്യമായി പീഡിപ്പിച്ചിട്ട്, കൂട്ടബലാത്സംഗം ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും ഒന്നും പറയാനില്ലേ? ഇപ്പോൾ ഈ ഈസ്റ്ററിന് തൊട്ട് മുമ്പുണ്ടായ ഒരു സർക്കുലർ നമ്മൾ കണ്ടില്ലേ മണിപ്പൂര്? അവിടെ വലിയ വിവാദമായി. തിരഞ്ഞെടുപ്പല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണ ഈസ്റ്ററിന് മണിപ്പൂരിൽ അവധി ഉണ്ടാകുമായിരുന്നില്ല. ആ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് പിൻവലിയേണ്ടി വന്നത് BJPക്ക്. എന്താണ്, ഈസ്റ്റർ ദിവസം പോലും വർക്കിംഗ് ഡേ ആക്കാൻ അവർ തയ്യാറാവുകയാണ്. രാജ്യത്തിന്റെ പല വിവിധ ഭാഗങ്ങളിൽ പുരോഹിതന്മാരെ ആക്രമിക്കുന്നു, വിവിധ ഭാഗങ്ങളിൽ പള്ളികൾ ആക്രമിക്കുന്നു. ജോർജ് കുര്യൻ എന്ന കേരളത്തിലെ ഹിന്ദുക്കൾക്കിടയിലല്ല, ക്രിസ്ത്യാനികൾക്കിടയിലാണ് ഇത് പ്രചരിപ്പിക്കുക. ദേശീയ തലത്തില് വലിയ നിലയിൽ വൈകാരികമായി PFIയെ ഇതിനകത്ത് വലിച്ചിഴച്ചു കൊണ്ടുവരും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ച് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയം ചെയ്താൽ മാത്രമേ ഈ രാജ്യത്ത് അവർക്ക് വോട്ട് നേടാൻ കഴിയുള്ളൂ. വർഗീയത അഴിച്ചുവിടുക, എങ്ങനെയാണ് രണ്ട് ആട്ടും കുട്ടികളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ഇന്ന് ചെന്നായുടെ റോളാണ് ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ പോകില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് ജോർജ് കുര്യന്റെ കാര്യം, ജോർജ് കുര്യൻ പറയുന്നതും BJP പറയുന്നതും കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളുടെ ഇടയിൽ ഇത് നടപ്പിലാവില്ല എന്നുള്ളത് അസന്ദിഗ്ധമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. രണ്ടാമത്തെ ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ലീഗിനെ എങ്ങനെ അശക്തമാക്കാമെന്നുള്ളത് എല്ലാ കാലത്തും CPM വളരെ ശ്രദ്ധാപൂർവം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ മറ്റുള്ള സംഘടനകൾ വരുമ്പോഴൊക്കെ ലീഗിന്, ഇപ്പൊ UDFനോട് ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന ലീഗിനെ എങ്ങനെ അശക്തമാക്കാം എന്നുള്ളതാണ് അവരെപ്പോഴും ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കാറുള്ളത്. ഇവിടെ P. ജയരാജനോട് ഒറ്റ ചോദ്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും അധികം ഇന്ന് ബന്ധം പുലർത്തുന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അതിന് നിരവധി തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ പഴയ കൊടകര കേസ് മാത്രം, കുഴൽപ്പണ കേസ് മാത്രം ചോദിക്കുന്നില്ല, അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്യുന്നത് ഉൾപ്പെടെ. ഇന്ന് ഇവിടെ ഇപ്പോൾ ED വരുന്നു, എത്രയോ കാലമായി ED വരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ED വന്നിട്ട് എന്താ ചെയ്തത്? ED വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഒരറസ്റ്റ് പോലും നടക്കുന്നില്ല. താങ്കൾ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം പറഞ്ഞു. കരുവന്നൂരിൽ എന്താണ് നടന്നത്? കരുവന്നൂരിൽ നടന്ന അഴിമതിയെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വളരെ കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാ കാലത്തും കോൺഗ്രസ് ഇതേപോലെ പിരിവെടുത്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പുകളിൽ പിരിവെടുക്കാറുണ്ട്. അത്തരത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുമ്പോട്ട് പോയിട്ടുള്ളത്. നോക്കൂ, SDPI-യുമായിട്ടല്ലേ, അല്ലെങ്കിൽ SDPI അല്ലേ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. നിങ്ങൾ അന്തർധാര ഉണ്ടാക്കിയിരിക്കുന്നത് BJP-യുമായും RSS-ഉമായല്ലേ എന്നാണ് ചോദ്യം. അല്ല, ഇവിടെ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് കൂത്തുപറമ്പിലാണ്, വടകര ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട്. ഇവിടുന്ന് വന്നത് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയെ 2ാം സ്ഥാനത്ത് നിർത്തിയിട്ട് ജയിച്ച ആളാണ്. അപ്പോൾ അവർ എന്തിനു വേണ്ടിയിട്ടാണ് വടകരയിലേക്ക് വന്നത് എന്ന ചോദ്യം വടകരയിലെ വോട്ടർമാർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ദീപ്തി ചോദിക്കുന്നത് അവർ ന്യായമായിട്ടുള്ള സംശയമാണ് ചോദിക്കുന്നത്. കാരണം നിയമസഭയിൽ BJP-ക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ രാജസ്ഥാനിൽ പറയുന്നു, കേൾക്കൂ. രാജസ്ഥാനിൽ BJP-ക്ക് രാജ്യസഭാ സ്ഥാനം കിട്ടുന്നതിന് സഹായകരമായ നിലയിലാണല്ലോ നിങ്ങളെ കോൺഗ്രസിന്റെ സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നത്. അവിടുത്തെ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തി അത് BJP-ക്ക് കൊടുത്തുകൊണ്ടാണല്ലോ, BJP-ക്ക് ദാനം ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. കേരളത്തിലുടനീളം RSS-കാര് ഞങ്ങളുടെ പാർട്ടിയുടെ 250 സഖാക്കളെയാണ് കൊലപ്പെടുത്തിയത്. ഉന്മൂലനത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ആ ഉന്മൂലനം രാജ്യത്തിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ്. രാജ്യത്തുടനീളം ഉത്തരേന്ത്യയുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ, ഉത്തരേന്ത്യയുടെ കാര്യം ജോർജ് കുര്യൻ ഇവിടെ പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കേരളത്തിൽ 250 കമ്മ്യൂണിസ്റ്റുകാരെ RSS-കാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആഭ്യന്തര ശത്രുക്കൾ എന്ന നിലക്ക് മുദ്രയടിച്ചുകൊണ്ട് ഈ 3 പേരെയും ആക്രമിച്ച് ഉന്മൂലനം ചെയ്യുന്ന സംഘപരിവാറിനൊപ്പം ആരാണ് നിൽക്കുന്നത്? അവരോട് സന്നിഗ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസ് അല്ലേ? മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിന് പകരം വെക്കാനല്ല ഞങ്ങൾ ഉള്ളത്, കോൺഗ്രസിനെ അനുകരിക്കാനാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങള് ഒരടച്ചിട്ട മുറിയിലില്ല. ഞങ്ങളെ തെരുവിൽ നേരിട്ടപ്പോൾ, RSS-കാര് തെരുവിൽ നേരിട്ടപ്പോൾ ഞങ്ങളെയും RSS-നെയും ഒരേ തുലാസിലിട്ട് തൂക്കിക്കൊണ്ട് മാർക്സിസ്റ്റ് ചക്രമം എന്ന് മുറവിളിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വടകരയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, ഒരു കാര്യം എൻ്റെ സഹോദരി കേൾക്കൂ, ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 2022 ഏപ്രിൽ മാസം 16-ാം തീയതി ഫേസ്ബുക്കിൽ നടത്തിയിട്ടുള്ള പോസ്റ്റ് ഉണ്ട്. അത് SDPI കുറിച്ചാണ്. ഭീകരശക്തി എന്നാണ്. ഭീകരശക്തിയാണ് RSS-ഉം SDPI-യും. ആ SDPI-യുടെ വോട്ട് ഈ ഷാഫി വടകര മണ്ഡലത്തിൽ വേണ്ട എന്ന് പറയുമോ? ഭീകരശക്തിയാണ് എന്ന് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഷാഫി ഈ തെരഞ്ഞെടുപ്പിൽ ഭീകരശക്തിയായിട്ടുള്ള SDPI-യുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. എല്ലാ വർഗീയ ശക്തികളെയും രാജ്യത്തിൽ ജനാധിപത്യത്തെ എന്ന് നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ഒരു തുടക്കഘട്ടത്തിൽ. പക്ഷേ ഈ CA വന്നതിന് ശേഷം LDF-ന് ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ LDF-ലുണ്ട്. ഇപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം ആകട്ടെ 2019 ഒരു ട്രെൻഡ് ഇല്ല എന്ന് അവരും സമ്മതിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ CA-യിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ സ്വന്തമാക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന LDF-ന് ഇത് തിരിച്ചടിയാണോ? SDPI നാളെ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി UDF-ന് അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനാണ് BJP-യെ നേരിടാനാവുക എന്നുള്ളതാണ്. ഒന്നാം ശക്തി കോൺഗ്രസ് ആകുമ്പോൾ ഈ SDPI-യും വെൽഫെയർ പാർട്ടിയും കോൺഗ്രസിനൊപ്പം പോകുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളിലൂടെ മുന്നോട്ട് പോകാമെന്ന LDF-ന്റെ പ്രതീക്ഷ ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അവരുണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് പിന്നീട് കൈവന്നിട്ടുണ്ട് എന്ന് കരുതുന്ന ഈ എഡ്ജ് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത് ശ്രീ സജീവൻ? അല്ല, ഒരിക്കലും അങ്ങനെയല്ല. കാരണം 2019 UDF-ന് അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടായി നമുക്കറിയാം. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവും അദ്ദേഹം ഇവിടെ മത്സരിച്ച സന്ദർഭമാണ്. അതിൽ
ന്യൂനപക്ഷങ്ങൾ, മൊത്തം ജനാധിപത്യ വിശ്വാസികൾ അല്ലെങ്കിൽ മതേതര വിശ്വാസികൾ, അതിൽ തന്നെ മുസ്ലിം ന്യൂനപക്ഷം അതിശക്തമായ രൂപത്തിൽ ഒന്നിച്ചു. കാരണം നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പറ്റുന്നൊരവസരം എന്നതിൽ അവർ ഒരുമിച്ച് നിന്നും കോൺഗ്രസിനൊപ്പം ഉണ്ടായി. 2 വർഷം കഴിഞ്ഞപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ 2021 സംഭവിച്ചത് എന്താണ്? ഇതേ ന്യൂനപക്ഷം കോൺഗ്രസിനെ വിട്ടിട്ട് LDFനോടൊപ്പം നിന്ന് ഭരണ തുടർച്ച ഉണ്ടാക്കുന്നതിൽ അവർ വലിയ പങ്ക് വഹിച്ചു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, SDPIക്ക് നല്ല സ്വാധീനമൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല സ്വാധീനമുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത. 21 എടുത്ത നിലപാട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴും SDPIയെ ശക്തമായിട്ട് എതിർക്കുന്ന, വെൽഫെയർ പാർട്ടിയെയും ജമാഅത്തെ ഇസ്ലാമി ശക്തമായിട്ട് എതിർക്കുന്ന, മറ്റാരും പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ 2 പ്രസ്ഥാനങ്ങളും അതിരൂക്ഷമായ വർഗീയ പാർട്ടികളാണ്, അവയെ തിരസ്കരിക്കേണ്ട എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് സമസ്ത എന്ത് നിലപാടെടുക്കുന്ന കൂടി ഇവിടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നം, ഖാദി ഫൗണ്ടേഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് ഈ SDPIയുടെ പോക്കിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമസ്തയുടെ നിലപാട് എന്തായിരിക്കും. അതുമാത്രമാണ്. സമസ്തയുടെ നിലപാട് തിരിഞ്ഞ UDFന് അനുകൂലമായിട്ട് പൂർണ്ണമായിട്ടും പോവുകയാണെങ്കിൽ അത് UDFന് വലിയ നേട്ടമായിരിക്കും. അതല്ലെങ്കിൽ 2021 സംഭവിച്ച പോലെ മൊത്തമായിട്ട് 20 സീറ്റോ അല്ലെങ്കിൽ 19 സീറ്റോ ഒന്നും LDFന് കിട്ടണമെന്നില്ല. പക്ഷേ എന്നാൽ പോലും LDFന് കുറച്ചൊക്കെ പിന്തുണ, പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത് കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അവരാണ് ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളത്. ഈ കാന്തപുരത്തിൻ്റെ വിഭാഗം പോലും അല്ല, EK വിഭാഗമാണ്. അപ്പോൾ EK വിഭാഗത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ കിട്ടുകയില്ല. കാരണം അതിൽ തന്നെ ഇപ്പോൾ 2 പക്ഷക്കാരുണ്ട്. അതിലൊരു പക്ഷം ഇപ്പുറത്തേക്ക് നിന്നാൽ SDPIയുടെയോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെയോ നിലപാടിനേക്കാൾ കൂടുതൽ സ്വാധീനം അതിന് ചെലുത്താൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ ജോർജ് കുര്യൻ, നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൂഞ്ഞാറ്റിലെ ഒരു വൈദികനെ ബൈക്കിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ്, അതാണ് പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ വന്നപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗീയ ചിന്താഗതി ഉണ്ടാക്കാൻ കഴിയുക ആ വിഷയത്തിനാണ് എന്ന് കണ്ടിട്ടായിരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വിഷയം കേരളത്തിൽ വന്ന്, പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ വന്ന് ഉയർത്തിയത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ വന്ന് ഉയർത്തിയിട്ടുള്ളത്, അത് ക്രൈസ്തവ വോട്ടുകളിൽ വന്ന് ഉയർത്തിയിട്ടുള്ളത്. നിങ്ങൾ തമിഴ്നാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുൻ സർക്കാർ എടുത്തിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ കാര്യം തന്നെ, അതായത് കച്ചേത്തൈവ് വിഷയം തന്നെ ഉയർത്തുന്നു എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതായിരിക്കാം PFI SDPI, അത് BJP ഉയർത്തും എന്ന് തന്നെ കാണണം. അല്ല, അതിൻ്റെ അകത്ത് നികേഷ് ഒരു കാര്യമുണ്ട്. ഈ 2021 സെപ്റ്റംബർ മാസത്തിലാണ് പാലായിൽ SDPI കൊലവിളി നടത്തുന്നത്. അന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് 1 വർഷം എടുക്കുകയില്ല ഈ സംഘടന, എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഞങ്ങളെ എതിർത്തു, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നിരോധിക്കാൻ പറ്റില്ല. 2022 സെപ്റ്റംബർ മാസത്തിൽ ആ ഭീകരപ്രവർത്തനം നടത്തിയവർ പലരും കണ്ണു തുറന്നത് ഡൽഹിയിലാണ്. അതിനെ നിരോധിച്ചു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും നിരോധനം മാറ്റണം എന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി എന്താണ് കേരളത്തിൽ വ്യാപകമായിട്ടുള്ള അക്രമമാണ്, വ്യാപകമായിട്ടുള്ള അക്രമമാണ്. അതുകൊണ്ട് വ്യാപകമായി അത് പറഞ്ഞു അതാ പറഞ്ഞത്, നിങ്ങളത് പറയുമെന്ന് എനിക്കറിയാം. അത് നിരോധനം പിൻവലിക്കണമെന്ന് നിങ്ങൾ പറയും. അത് പറയിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പ്രധാനമന്ത്രി പറഞ്ഞത് രണ്ടുപേരും കൂടെ പറഞ്ഞു പിൻവലിച്ചോ, നിങ്ങൾ പിൻവലിക്കാൻ വേണ്ടി പറഞ്ഞോ. അതായത് PFIയുടെ നിരോധനം പിൻവലിക്കണമെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞപ്പോഴൊന്നും ഞാൻ വിട്ടിയില്ല. ഇനി പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? കേരളത്തിൽ അക്രമമാണ് നടക്കുന്നത്. ആ അക്രമത്തിന് ഒരു വൈദികനും ഇവിടെ ഇരയായി എന്നുള്ള ഒറ്റ സെന്റൻസ് ആണ് പറഞ്ഞത്. നിങ്ങൾ വൈദികരുടെ കാര്യമൊന്നും പറയണ്ട. നിങ്ങൾക്ക് വൈദികരോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അത് മണിപ്പൂർ കാണിക്കുമായിരുന്നു. നിങ്ങൾ കേരളത്തിൽ മാത്രം തീക്ക് കൊണ്ട് കൊടുക്കുകയാണ് അരമനകളിൽ പോയി. അത് എന്ത് സ്നേഹമാണ്? നിങ്ങൾ വോട്ടിന് വേണ്ടി മാത്രമല്ലേ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ജോർജ് കുര്യൻ സംസാരിക്കട്ടെ. 30 സെക്കൻഡ് ഉണ്ടാവും അവസാനം. കരുതി വെച്ചോളൂ മറുപടി പറഞ്ഞോളൂ ശ്രീ ജോർജ് കുര്യൻ. ദീപ്തി ചോദിച്ചതിന് ഞാനൊരു മറുപടി പറയാം.
ഈ അരവിന്ദ് കേജ്രിവാൾ, നിങ്ങളിപ്പം പിണറായി വിജയന്റെ കാര്യം പറഞ്ഞല്ലോ, പിണറായി വിജയനെ ഞങ്ങൾ വിടില്ല അങ്ങനെ രാഷ്ട്രീയമായി. ദീർഘമായി പോകണ്ട ശ്രീ ജോർജ് പക്ഷേ കുര്യൻ. അരവിന്ദ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലാണ്, 3000 കിലോമീറ്റർ അകലെയാണ്. നിക്ക് അല്ല അല്ല, അത് രാഷ്ട്രീയമായിട്ടെന്നാണ് പറഞ്ഞത്, വിടില്ല. രാഷ്ട്രീയമായിട്ട് വിടില്ല എന്നാണ് പറഞ്ഞത്. നരേന്ദ്ര എന്താണ് മോദിയെ നിങ്ങൾ വിടില്ല പറയുന്നത്? ഞങ്ങള്. രാഷ്ട്രീയമായിട്ട് കെ. സുരേന്ദ്രനെ പിണറായി വിജയനെ വിടില്ല. വിടില്ല. കെ. പക്ഷേ സുരേന്ദ്രന്റെ പേരിൽ കേജ്രിവാളിനെതിരെ കേസുണ്ടല്ലോ. പറഞ്ഞു കേൾക്കൂ, പറയുന്നത് കേൾക്കൂ. കേജ്രിവാളിനെതിരെ പരാതി കൊടുത്തത് ആരാണ്? അതെ. കോൺഗ്രസിന്റെ സംസ്ഥാന നരേന്ദ്രമോദിയെ ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് അല്ല, വ്യക്തമാണ്. അത് അക്കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല ശ്രീ ജോർജ് കുര്യൻ. എന്റെ ചോദ്യം എന്ന് പറയുന്നത് അടുത്ത 26, 27 ദിവസങ്ങളിൽ BJP-യുടെ പ്രചരണം PFI ആണ്, SDPI ആണ്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കോടതി പറഞ്ഞിട്ടാണ്. ആയിക്കോട്ടെ, അത് വിട്ടു. ഞാൻ ചോദ്യത്തിലേക്ക് വരൂ ശ്രീ ജോർജ് കുര്യൻ. എന്താണ് കോൺഗ്രസ്സുകാര് പോയി കെട്ടിപ്പിടിക്കല്ലേ? ഇനി കോടതി അരവിന്ദ് കെജ്രിവാൾ നാളെ BJP-യിൽ വന്നാൽ നിങ്ങൾ ഇത് പറയില്ല എന്നുള്ളത് മനസ്സിലാക്കും. ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. നിങ്ങൾ ED-യെ കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പറയാൻ സമയമില്ല. ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യും. ശ്രീ ജോർജ് കുര്യൻ അരവിന്ദ് കെജ്രിവാൾ തുടർന്നാൽ പറയൂ. ഞാൻ ചോദിച്ച വിഷയത്തിലേക്ക് വരൂ. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അല്ലല്ല, ഇവിടെ പറഞ്ഞുകൊണ്ടാണ്, ദീപ്തി പറഞ്ഞതുകൊണ്ടാണ്, പിണറായി വിജയനെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തന്നെയാണ് അവിടെ പറഞ്ഞത്, ഇവിടെയും നിങ്ങളാണ് പറയുന്നത്. എന്താണ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിലെ അറസ്റ്റ് വലിച്ചത്? അല്ലെ, രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ചപ്പോൾ, കോടതി ശിക്ഷിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് MP-മാര് അറസ്റ്റ് വരിച്ചില്ലേ? അത് അവര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ PFIക്ക് അനുകൂലമായിട്ടുള്ള കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഈ തന്ത്രങ്ങള് ഞങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. ഈ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലത്തില് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് വന്ന് മത്സരിക്കുന്നുവെന്നും ആ അഖിലേന്ത്യാ പ്രസിഡന്റിനെ PFI പിന്തുണയ്ക്കുന്നുവെന്നും ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ പറയും. അതിനെന്താ സംശയിക്കുന്നത്? അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്. BJP-യുടെ 1000 കരങ്ങളിലൂടെ വരാൻ പോകുന്ന ഈ പ്രചരണം പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന്. ഒരു പാർട്ടി വർഗീയ പാർട്ടിയാണോ അല്ലാത്ത പാർട്ടിയാണോ എന്ന് പറയാൻ കഴിയാത്തവരാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ശ്രീ ദീപ്തി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുക, രാഷ്ട്രീയ ഇന്ത്യ ചർച്ച ചെയ്യുക? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ വർഗീയ പാർട്ടിയാണ് എന്ന് പറയണമെങ്കിൽ RSS ഉൾപ്പെടെയുള്ള എല്ലാം വർഗീയ പാർട്ടികൾ എന്നാണല്ലോ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു എല്ലാ വർഗീയത കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വോട്ട് ഞങ്ങൾ വേണമെന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് പോയിട്ടില്ല. ഞങ്ങൾ അടച്ചിട്ട മുറിയിൽ ചർച്ചയ്ക്ക് പോയിട്ടില്ല. അടച്ചിട്ട മുറി എന്ന് പറയുന്നത് എന്താണ് ശ്രീ ദീപ്തി മേരി വർഗീസ്? ദീപ്തി മേരി വർഗീസ് അടച്ചിട്ട മുറി ഏതാണ്? ശ്രീയം എന്തിനാണ്? അല്ല, ശ്രീയമായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പറയുന്നില്ലല്ലോ. അല്ലല്ല, ഞാൻ ചോദിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ എങ്ങനെയാണ് ഇല്ലായ്മ ചെയ്തത്? അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ ചന്ദ്രശേഖരൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ചർച്ച ചെയ്യണ്ടേ? നിയമസഭയിലല്ലേ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തെ ഉപദ്രവിച്ച RSS പ്രതികളെ സെറ്റിൽ ചെയ്തത് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞത് ഈ ചന്ദ്രശേഖരൻ MLA. ഇവര് സെറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പിണറായി വിജയനാണ് സെറ്റിൽ ചെയ്തതെന്നൊന്നും പറഞ്ഞില്ല. ഷിബി ജയരാജൻ 30 സെക്കൻഡ് താങ്കൾക്കും. ഓർമ്മയുണ്ടോ? ഷിബി ജയരാജൻ 30 സെക്കൻഡ് താങ്കൾക്കും. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പോയിട്ട് മോദിയെ കെട്ടിപ്പിടിച്ചത് ഓർമ്മയുണ്ടോ? ഒരു അടച്ചിട്ട മുറിയും ഇവിടെ CPM-ഉം BJP നേതൃത്വമായിട്ടുണ്ടായിട്ടില്ല. അതേസമയം അത് പരസ്യമായിട്ട് രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ചതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ നല്ല ബോധ്യമുള്ളവർക്ക് കഴിയും. ഈ TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊല്ലുന്ന ആളുകൾക്ക്, എന്നിട്ട് അതിന് മാഷ അള്ള എന്ന് സ്റ്റിക്കർ ഒട്ടിക്കുന്നവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അദ്ദേഹം അതിന്റെ കാരണങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞതാണ്. അദ്ദേഹം സ്നേഹത്തിന്റെ കട തുറക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർക്കില്ലെങ്കിൽ കോൺഗ്രസിന് അതിനകത്തൊന്നും പറയാനില്ല. പിന്തുണ വേണ്ട എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്ന നിലപാടിലാണ് UDF. എന്നാൽ പോലും ഒരിക്കൽ കൂടി ഇക്കാര്യം ആലോചിച്ച് തീരുമാനം അറിയിക്കാം എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവരുടെ നിലപാട്. BJP ഈ വിഷയം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ചർച്ചാ വിഷയമായത്. P ജയരാജൻ CPM സംസ്ഥാന സമിതി അംഗം, ദീപ്തി മേരി വർഗീസ് KPCC ജനറൽ സെക്രട്ടറി, ജോർജ് കുര്യൻ BJP, ഒപ്പം തന്നെ A സജീവൻ രാഷ്ട്രീയ നിരീക്ഷകൻ. സഹകരിച്ചതിന് നന്ദി.